ശ്രീ രമേശ് ചെന്നിത്തല ടെലിഫോണിലാണ്. ശ്രീ രമേശ് ചെന്നിത്തല, കാർത്തികപ്പള്ളി വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെയാണ് മേൽക്കൂര തകർന്നു വീണത്. അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്നത് സ്കൂൾ അധികൃതർ പറയുമ്പോൾ അവിടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ ക്ലാസ്സിൽ ഇരുന്നത് എന്നത് കുട്ടികൾ തന്നെ നമ്മളോട് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ഒരു അവധി ദിവസമായിരുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമായി മാത്രം കരുതാം. താങ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ശ്രീ രമേശ് ചെന്നിത്തല? ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ MLA കൂടിയാണ് ഞാൻ. അതെ. അപ്പൊ ഞാൻ തന്നെ ഇടപെട്ടാണ് അവിടെ തീരദേശ കോർപ്പറേഷന്റെ വകയായി പുതിയ കെട്ടിടം അവിടെ നിർമ്മിച്ച് അത് പണി പൂർത്തിയായതാണ്. ഇപ്പോൾ അത് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തീരദേശ വികസന കോർപ്പറേഷൻ ഞങ്ങൾ ബന്ധപ്പെട്ട് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ന് രാവിലെ സ്കൂള് തുറക്കാൻ വേണ്ടി കളക്ടറുമായിട്ട് സംസാരിച്ചു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആ പുതിയ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ DDയും LSTD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് കളക്ടർ സംസാരിച്ച് നടപടി എടുത്തോളാമെന്ന് പറഞ്ഞു. അത് പഴയ കെട്ടിടം പഴയതാണ്, അതുകൊണ്ടാണല്ലോ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചത്. ഏതായാലും ഇപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങാനുള്ള പ്രയാസങ്ങളില്ല. താൽക്കാലിക വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ളത് കൊടുക്കാമെന്ന് കളക്ടർ ഇന്നലെ എന്നോട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാധ്യമപ്രവർത്തകരെ കടത്തിവിടാതൊന്നും ശരിയല്ല. അവർക്ക് ഏത് വാർത്തയും എടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഇവിടെ സ്കൂളിലെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി MLA എന്ന നിലയിൽ കളക്ടറുമായി സംസാരിച്ച് എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അവിടെ പുതിയ കെട്ടിടത്തിൽ പഠിക്കാനുള്ള എല്ലാ ഏർപ്പാടുമായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇത്രയും അപകടാവസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിൽ ഈ അധ്യയനം തുടർന്നുകൊണ്ടിരുന്നത് എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടേ? അവിടെ പുതിയ കെട്ടിടമുണ്ട്, അതിലേക്ക് മാറാതെ എന്തുകൊണ്ടാണ് ഈ പഴയ കെട്ടിടത്തിൽ തന്നെ അധ്യയനം തുടർന്നത്? ഇത്ര ഭീതിതമായ സാഹചര്യത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തുടരേണ്ടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. തീരദേശ വികസന കോർപ്പറേഷൻ അതിന് നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. മന്ത്രി കഴിഞ്ഞ ദിവസം സജി ചെറിയാനും അവിടെ വന്ന് ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനം നോക്കിയതാണ്. ഏതായാലും ഇപ്പൊ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ഇനിയും മുന്നോട്ട് പോകും കേട്ടോ. നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. പ്രതികരിച്ചത് അദ്ദേഹം MLA കൂടിയാണ്. ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ 24നോട് പറയുന്നത്. അവിടെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്.